الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده. كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر وأنثى بعضكم من بعض. فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب. صدق الله العلي العظيم. ആദരണീയരായ സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളും ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും അവൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തതയുള്ള അസ്തിത്വങ്ങളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. രണ്ടുപേരും സമന്മാരല്ല, വ്യത്യസ്തതകളുണ്ട്. അതുകൊണ്ട് തന്നെ ചില നിർദ്ദേശങ്ങളിലെല്ലാം ചില വ്യത്യാസങ്ങൾ ആണിനും പെണ്ണിനും ഉണ്ടാവാറുണ്ട്, ചില നിയമങ്ങളിലുമുണ്ട്. അത് മനുഷ്യന്റെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലാണ്
ഇസ്ലാം അതിനെ മനസ്സിലാക്കുന്നത്, അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. അതേസമയം സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിച്ചു നൽകിയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ സമൂഹത്തിൽ വിലക്കുകയോ തടയുകയോ നിഷിദ്ധമാക്കുകയോ ചെയ്യാറുണ്ട്. അതിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ല. നിങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങളുടെ ഒരു കർമ്മവും നാം പാഴാക്കുകയില്ല. നിങ്ങൾ ചെയ്ത ത്യാഗം, സൽക്കർമ്മങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹിച്ച ത്യാഗങ്ങൾ, പീഡനങ്ങൾ, പോരാട്ടങ്ങൾ, ഇതിലാണായാലും പെണ്ണായാലും നിങ്ങളുടെ പ്രതിഫലം ലാ ഉളിയു അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ വ ഉൻസ, നാം പാഴാക്കുകയില്ല. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നതിൽ സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം സഹകാരികളാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സമീപ ദിവസങ്ങളിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും അതുപോലെ ചില പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ ചർച്ചയായൊരു വിഷയമാണ് സ്ത്രീ പള്ളിപ്രവേശം എന്ന് പറയും. അതിന്റെ പശ്ചാത്തലങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇസ്ലാം അനുവാദം നൽകിയ ഒരു കാര്യമാണ്. ഇതിനെ വിലക്കാനോ തടയാനോ ഒരാൾക്കും അർഹതയില്ല. വിശുദ്ധ ഖുർആനിൽ സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന് നേരിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. അതേസമയം പള്ളിയിൽ താമസിച്ചൊരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നു. മറിയം പള്ളിയിലായിരുന്നു താമസിച്ചിരുന്നത്. പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ അവരോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തായി നിസ്കരിക്കാൻ പറഞ്ഞ് അത് ഖുർആൻ തന്നെ നസ്സായി പറഞ്ഞ കാര്യം. അതിനെ അല്ലാമ ഇബ്നുൽ കസീർ, ബൈളാവി തുടങ്ങിയ പണ്ഡിതന്മാരെല്ലാം പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങളിൽ കൃത്യമായി പങ്കെടുക്കാൻ മറിയമിനോട് അള്ളാഹു നേരിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ചില വ്യക്തമായ സൂചനകൾ നൽകിയിട്ടുണ്ട്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിൽ ഏകദേശം 150ഓളം ഹദീസുകൾ സഹീഹായ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒരു ഇബാദത്തിന്, ഒരു കർമ്മത്തിന് തെളിവായി ഒരു ഹദീസ് മതി, ശരിയായ ഒരു ഹദീസ് മതി. ഏകദേശം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്നതിന് 150 ഹദീസുകൾ ശരിയായി വന്നിട്ടുണ്ട്, സഹീഹായ ഹദീസുകൾ. ലോകത്ത് വളരെ ചെറിയൊരു സ്ഥലത്ത് മാത്രമാണ് ഇതിൽ തർക്കങ്ങളുള്ളത്. ലോകം ചുറ്റി സഞ്ചരിച്ച ആളുകളൊന്നും അതിൽ തർക്കിക്കാനേ ഇഷ്ടപ്പെടാറില്ല. ചില അനിവാര്യതകളോ കാലത്തിന്റെ സമ്മർദ്ദങ്ങളോ കാരണം ചിലപ്പോ പള്ളിയിൽ മാറിയിട്ടോ അല്ലെങ്കിൽ പള്ളിയുടെ ഓപ്പോസിറ്റോ മുസല്ലൻ നിസാ എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ, യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം എന്നാണ് എഴുതി വെച്ചാൽ കണ്ടാൽ നമ്മൾ തോന്നും യാത്രയുടെ പാസ് കിട്ടിയിട്ടേ സ്ത്രീകളെ പ്രവേശിപ്പിക്കുള്ളൂ എന്നാണ്. അപ്പൊ യഥാർത്ഥത്തില് മുസല്ലൻ നിസാ എന്ന് പറയുന്ന ലോകത്ത് എല്ലാ പള്ളിയിലും ബാബുൻ നിസാ ഉണ്ട്, മദീന പള്ളിയിൽ. അങ്ങനെ സ്ത്രീകൾ എല്ലാ കാലത്തും പള്ളിയിൽ വന്നിരുന്നു. ചില ഇബാദത്തുകൾ നമ്മൾ വിചാരിച്ചത് സ്ത്രീകൾക്കില്ല എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാണ് എഴുത്തിക്കാഫ്. എഴുത്തിക്കാഫ് ശരിയാണ്. ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബ് അനുസരിച്ച് ജുമാഉള്ള പള്ളിയിലേ ശരിയാവുള്ളൂ. ബാക്കിയുള്ള മദ്ഹബില് പള്ളിയിലായാൽ മതി, ജുമാ വേണമെന്നില്ല. എന്നാലും പള്ളിയിലല്ലാതെ എഴുത്തിക്കാഫില്ല.
മദ്രസയിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എഴുത്തിക്കാഫ് മുറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അതിലിന്റെ ആർത്തവം ഉണ്ടാവുക എന്ന് പറയും. ആർത്തവം ഏതായാലും പുരുഷന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ സ്ത്രീകൾക്ക് എഴുത്തിക്കാഫിനുള്ള സൗകര്യങ്ങൾ പള്ളിയിലില്ല, പല പള്ളികളില്ല. എഴുത്തിക്കാഫിൽ സൗകര്യമുള്ള പള്ളിയിൽ പോലും സ്ത്രീകൾക്ക് സൗകര്യങ്ങൾ കുറവാണ്. പിന്നെ ഒരു കാര്യമാണ് മയ്യത്ത് നിസ്കാരം. ആണും പെണ്ണും ഒരുപോലെ മദ്രസയെ പഠിക്കുന്നതാണ്. ഭൂരിപക്ഷം സ്ത്രീകളും മയ്യത്ത് നിസ്കരിക്കാറില്ല നമ്മുടെ നാട്ടിൽ. സ്വന്തം ഭർത്താവ് മരിച്ചാൽ, ബാപ്പ മരിച്ചാൽ, അല്ലെങ്കിൽ മകൻ മരിച്ചാൽ, സഹോദരൻ മരിച്ചാൽ, അടുത്ത ബന്ധുക്കൾ, അല്ലെങ്കിൽ നാട്ടിൽ നമുക്ക് പരിചയമുള്ള ആര് മരിച്ചാൽ, മയ്യത്ത് നിസ്കാരം ആണുങ്ങൾക്ക് മാത്രമുള്ള ഇബാദത്തായിട്ടാണ് പൊതുവെ നമ്മുടെ നാട്ടിലെ പ്രാക്ടീസ്. ഇസ്ലാമിൽ അങ്ങനല്ല. എന്നിട്ട് അതിനൊരു ന്യായവും പറയും. ആണുങ്ങൾ ആദ്യം നിസ്കരിച്ചാൽ, സ്ത്രീകൾ ആദ്യം നിസ്കരിച്ചാൽ പിന്നെ വാജിബ് അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾ ആദ്യം നിസ്കരിക്കരുതെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ റസൂലിന്റെ മയ്യത്ത് ആര് നിസ്കരിച്ചിട്ടുണ്ട്? ഭാര്യമാരെ നിസ്കരിച്ചിട്ടുണ്ട്, സ്ത്രീകൾ നിസ്കരിച്ചിട്ടുണ്ട്, മുഅ്മിനാത്തുകളായ അന്നത്തെ സഹാബി വനിതകൾ നിസ്കരിച്ചിട്ടുണ്ട്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. പള്ളിയിലാണ് നിസ്കരിച്ചത്, വീട്ടിലല്ല, പള്ളിയിലാണ്. റസൂലുള്ളാഹിന്റെ കൂടെ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ സ്ത്രീകൾ ഹാജരായിട്ടുണ്ട്. സ്ത്രീകൾ ഒറ്റക്ക് മയ്യത്ത് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ, ഷാഫി മദ്ഹബിലെ പ്രമുഖനാണ് ഇമാം നബവി റഹ്മഹുല്ല. അദ്ദേഹം പറയുന്നു സ്ത്രീകൾക്ക് മയ്യത്ത് ജമാഅത്തായി നിസ്കരിക്കൽ പുണ്യമാണ്, സുന്നത്താണ്, നിസ്കരിക്കണമെന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നബിയുടെ മയ്യത്ത് വീട്ടിൽ വെച്ചപ്പോൾ ആണുങ്ങൾ അതുപോലെ സ്ത്രീകൾ ഇവരെല്ലാരും വന്നു. ആണുങ്ങൾ ആദ്യം നിസ്കരിച്ചു, പിന്നീട് സ്ത്രീകൾക്കുള്ള സൗകര്യം ചെയ്തു. റസൂലുള്ളാഹിന്റെ മയ്യത്ത് ജമാഅത്തായിട്ട് നിസ്കരിച്ചില്ല, ഒറ്റക്കൊറ്റക്കാണ് നിസ്കരിച്ചത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് പള്ളിയിൽ വെച്ചപ്പോൾ ആളുകൾ പള്ളിയിൽ വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചില അഭിപ്രായ വ്യത്യാസമാണ്, മയ്യത്ത് പള്ളിയിൽ വെക്കാൻ പറ്റുമോ പറ്റില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അതിന് പറഞ്ഞ ആളുകൾ എത്ര എളുപ്പമാണ് ഹദീസും റസൂലുള്ളാഹിന്റെ ചര്യകളൊക്കെ മറന്നു പോകുന്നത്. ഇതിന്റെ മുമ്പ് ഒരുപാട് ആളുകളെ മയ്യത്ത് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, മയ്യത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ സ്ത്രീകളോട് ഈ സമുദായം വലിയ അവിവേകമാണ് ചെയ്യുന്നത്. അത്യാവശ്യം മതബോധമുള്ള ഒരാളും അതിനെതിർക്കാൻ പാടില്ല. തിരുചര്യയും സഹാബികളുടെ ചര്യകളും നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പിന്നെ ഏത് കിതാബാണെങ്കിലും അത് വലിച്ചെറിയണം, മാറ്റിവെക്കണം. അത് പിന്നെ പ്രമാണമല്ല മുസ്ലിം. ആരെങ്കിലും എവിടെങ്കിലും എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം. റസൂൽ എന്ത് പറഞ്ഞു, അല്ലെന്ത് പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. അവിടത്തെ ചര്യയാണ് ഇസ്ലാമിലെ ചര്യ. നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതൊന്നും ഇതിൽ കയറ്റാൻ പറ്റില്ല. ഇതെല്ലാം ഇബാദത്തായി അംഗീകരിക്കണമെങ്കിൽ അല്ലാഹ് പറയണം, റസൂല് പറയണം. അപ്പൊ അത് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. സ്വന്തം ബാപ്പ മരിച്ചു പോകുമ്പോ മകൾക്ക് അല്ലാഹുമ്മ മഗ്ഫിർ ലഹു എന്ന് പറയാൻ അവസരം കൊടുക്കാത്ത ആ സമൂഹത്തിലെ പള്ളി കമ്മിറ്റി, മഹല്ല് ഖതീബ്, അതേപോലെ അവിടെ ഈ മയ്യത്ത് കൈകാര്യം ചെയ്യണം, മരിച്ചാ പിന്നെ കൈകാര്യം ചെയ്യണം കുറെ ആൾക്കാരുണ്ട്. അവർക്ക് വേറൊരു നിയമമാണ് ഇസ്ലാമിൽ. ഇവരവരോട് ചെയ്യുന്ന അക്രമത്തിന് കണക്കുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണ്ട. അനീതിക്ക് കണക്കുണ്ട്. എന്നിട്ട് ഇവിടൊക്കെ പോയിട്ട് ഇതിന് നേതൃത്വം നൽകുന്ന മുസ്ലിയാർ അപ്പുറത്ത് പോയി വളർന്നു പറയാ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ സ്വാതന്ത്ര്യം വേറൊരു മതവും നൽകിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യും. ലോകത്ത് എവിടെയെങ്കിലും ഒരു ആരാധനാലയത്തിലേക്ക് ഒരു സ്ത്രീയെ പ്രവേശിക്കാത്ത ഏത് മതമാണുള്ളത്? ഏത് ആദർശമാണുള്ളത്? ഏത് ദർശനമാണുള്ളത്? അപ്പൊ അതുകൊണ്ട് അള്ളയും റസൂലും അനുവദിച്ച കാര്യങ്ങൾ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. പള്ളി വിലക്ക്, ഈ കാര്യങ്ങൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തി ഇസ്ലാമല്ല, പൗരോഹിത്യമാണ്. ഇസ്ലാമിൽ ഒരു കർമ്മം ചെയ്യാനും മെടയാളൻ ആവശ്യമില്ല. ഇസ്ലാമിൽ പൂജാരിയില്ല, പുരോഹിതനില്ല. ഒരു കർമ്മം ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം, പക്ഷെ കർമ്മം ചെയ്യാൻ ആരാവശ്യമില്ല.
നിങ്ങൾ ഏത് കർമ്മമെടുത്തോ ഇസ്ലാമിലൊരു കർമ്മം ചെയ്യാൻ പൂജാരി ആവശ്യമില്ല, ഇടയാളൻ ആവശ്യമില്ല, പുരോഹിതൻ ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ആളുകൾ രൂപപ്പെടുത്തിയൊരു മതമാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത മതവുമായി ബന്ധമൊന്നുമില്ല, ആശയവുമായി ബന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇദസ്തഇദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅ്ദിനു ലഹുന്ന. രാത്രിയിൽ പള്ളിയിൽ പോകാൻ നിങ്ങളുടെ സ്ത്രീകൾ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അതിന് അനുവാദം നൽകണം. ലാ തംനഉ നിസാഅകുമുൽ മസാജിദ് ഇദസ്തഇദനകും ഇലൈഹ. നിങ്ങളോട് സ്ത്രീകൾ അനുവാദം ചോദിച്ചാൽ ആ അനുവാദം തടയാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ച സമയത്ത് ആതിക റളിയല്ലാഹു അൻഹ വെച്ച ഒരുപാട് നിബന്ധനകളുണ്ട്, മഹറായി വെച്ച നിബന്ധനകൾ. അതിലൊരു നിബന്ധന പള്ളി പോവാൻ അനുവദിക്കണം എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ട് കിടക്കണ സമയത്ത് പള്ളിയിൽ അവരുണ്ടായിരുന്നു. പള്ളിയിൽ നാളിൽ ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി. ആ പള്ളിയിൽ അവർ നിസ്കരിക്കുന്നുണ്ട്, ഭാര്യ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ രാത്രിയായാൽ പോലും, ഞാൻ ബാക്കിയുള്ള ഹദീസൊന്നും പറയാത്ത, രാത്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? രാത്രി ആയാൽ പോലും നിങ്ങൾ അനുമതി നൽകണം എന്നാണ്. ഈ ഹദീസുകൾ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരുപാട് ഹദീസുകൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാണ്, കുട്ടി കരയുന്നത് ഞാൻ കേട്ടാൽ ആ ഉമ്മയുടെ മനസ്സ് ഞാൻ ആലോചിക്കും. അപ്പൊ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിച്ച നിസ്കാരം ഞാൻ എന്ത് ചെയ്യും? ചുരുക്കും. സഹിഹ ഹദീസാണ്. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ എന്തുണ്ട്? സ്ത്രീകളും കുട്ടികളൊക്കെ വരാറുണ്ട്. അപ്പൊ ആ സ്ത്രീയുടെ മനസ്സ്, ഉമ്മയുടെ മനസ്സ് ഞാൻ ആലോചിക്കും, അങ്ങനെ നിസ്കാരം ഞാൻ ചുരുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്ത് യശ്ഹദുന മഅ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്ർ. സുബഹി നിസ്കാരത്തിൽ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ പങ്കെടുക്കാറുണ്ട്. നിസാഉൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള വിശ്വാസിനികളായ സ്ത്രീകൾ സുബഹി നമസ്കാരത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ പങ്കെടുക്കാറുണ്ട്. മൂടി പുതച്ച് ഒക്കെയാണ് ഞങ്ങൾ വരിക. ചില തണുപ്പുള്ള സമയം ഉണ്ടാവും, പിരിഞ്ഞു പോകുമ്പോ ഞങ്ങൾ ആരാണെന്നൊന്നും അറിയില്ല. ഞാൻ അത്ര ഇരുട്ടുള്ള സമയത്ത് വന്നു പോവാറുണ്ട്. ഫർള് നിസ്കാരമല്ല, സുന്നത്ത് നിസ്കാരം ഒരു സ്ത്രീക്ക് പള്ളിയിൽ നിസ്കരിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പള്ളിയുടെ തൂണിനോട് ചാരി ഒരു കയറ് കെട്ടിയിരുന്നു. മാ ഹാദൽ ഹബിൽ, ഈ കയറെന്താണ്? ഖാലു ഹാദാ ഹബിൽ സൈനബ്. ഇത് സൈനബ് റളിയല്ലാഹു അൻഹ കെട്ടിയ കയറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിനാണ് അവർ കെട്ടിയത്? ഖിയാമുൽ ലൈലൊക്കെ രാത്രി നിസ്കരിക്കുന്ന സമയത്ത്, തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് ദീർഘമായി പോകുമ്പോൾ ഉറക്ക് വന്ന് വീഴാതിരിക്കാൻ അങ്ങനെ പിടിച്ചിട്ടാണ് നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര അടങ്ങാറായി നിസ്കരിക്കണ്ട, ഉറക്ക് ഉണ്ടെങ്കിൽ ഉറങ്ങിക്കോ, ഉറക്കില്ലാത്ത സമയത്ത്, ഉന്മേഷമുള്ള സമയത്താണ് നിസ്കരിക്കുന്നത്. ഫർദല്ലാത്ത ഏത് നിസ്കാരം ഒരാൾക്ക് ഉന്മേഷമില്ല, ഉറക്ക് വരണ്ടെങ്കിൽ കുറച്ചേരം ഉറങ്ങിയിട്ട് പിന്നെ ഒന്നെടുത്ത് നിസ്കരിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് ആ കയറ് അറുത്തു മാറ്റും, ഒഴിവാക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ എന്നിട്ട് ഇമാം നബവി റഹ്മഹുല്ലാഹ് പറയാണ്, വഫീഹി ജവാദു തനഫുലി ഫിൽ മസ്ജിദ്. ഈ ഹദീസിലുണ്ട് എന്താണ്? സ്ത്രീക്ക് സുന്നത്തായ നിസ്കാരം പള്ളിയിൽ വെച്ച് തന്നെ നിസ്കരിക്കാമെന്നതിന് തെളിവാണ് ഹദീസ്. ഫർദിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാമെന്ന്. ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന് ശേഷം പിന്നെ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, പിന്നീട് അത് നിരോധിച്ചു എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ കുത്തേറ്റ് രക്തസാക്ഷിയായ സമയത്ത് ആ ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ ഉൾപ്പെടെ സ്ത്രീകൾ ആ പള്ളിയിൽ അപ്പോൾ സുബഹി നിസ്കരിക്കുന്നുണ്ടായിരുന്നു.
ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ധാരാളം ഹദീസുകൾ ഹിജറ 5-ാം വർഷമാണല്ലോ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയ. ചില പണ്ഡിതന്മാർ 3-ാം വർഷമാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും മാക്സിമം പിടിക്കുക 5-ാം വർഷം. 5-ാം വർഷത്തിന് ശേഷവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇഅ്തകഫ്തു മഅ റസൂലില്ലാഹി ഇംറഅത്ത് മിൻ അസ്വാജിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ആരെങ്കിലും ഒരാൾ എല്ലാ കൊല്ലവും എന്തെയും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. റസൂലുള്ള വഫാത്തായതിനു ശേഷവും ഞങ്ങളത് തുടർന്നുകൊണ്ടേയിരുന്നു. ഏത് പള്ളിയിലാണത്? മസ്ജിദുൻ നബവി. ചില ആളുകളുണ്ട്, വളരെ കഷ്ടമാണത്. ഉംറക്കും ഹജ്ജിനൊക്കെ ഇവിടുന്ന് കുറെ പൈസയും മുടക്കി പോയിട്ട് ഹറമിൽ ബാങ്ക് കൊടുക്കുമ്പോ ഉണ്ടാവും റൂമിലേക്ക് വരുന്ന ചില സ്ത്രീകൾ. അപ്പൊ എന്താണ് നിങ്ങൾ നിസ്കരിക്കാതെ വരുന്നത്? അമീർ പറഞ്ഞിട്ടുണ്ട്. അമീർ എന്ന് പറഞ്ഞാൽ ഉംറന്റെ അമീർ. അതേപോലെ ഹജ്ജിന്റെ ഉസ്താദ്, ഹജ്ജിന്റെ ഉംറന്റെ ആളുകൾ വീട്ടിൽ നിസ്കരിക്കലാണ് സ്ത്രീക്ക് ഉത്തമം എന്ന് പറഞ്ഞിട്ട് ഹറമിൽ നിന്ന് എവിടെ പോകും? ഹോട്ടലിലെ റൂമിൽ പോകും. അവിടെ ഏതായാലും വീടുണ്ടാവില്ല. എവിടെ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്കായത്ത് പുണ്യമുള്ള സ്ഥലമാണ് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി. ജുമാക്ക് പങ്കെടുക്കൂല, എല്ലാരും ഇല്ല. ചില ഉംറ ഗ്രൂപ്പുകളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്നത് വളരെ അക്രമമാണ്. 1,00,000 ജുമാ നിസ്കരിച്ച പുണ്യാണ് ഇവിടെ. എന്നിട്ട് ജുമാന്റെ സമയത്ത് റൂമിൽ പോവാൻ ആരാ പറഞ്ഞു വെച്ചാൽ എന്താണ് ഇതിന് തെളിവ്? ഇസ്ലാം എനിക്ക് തോന്നിയതുപോലെ പറയാൻ പറ്റില്ലല്ലോ, നമുക്കിഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റില്ലല്ലോ. അള്ളയും റസൂലും പറഞ്ഞതാണ് ഇസ്ലാമിന്റെ അടിത്തറ. അത് ലംഘിക്കാനോ അതിനെ ഇല്ലായ്മ ചെയ്യാനോ ഒരാൾക്കും അധികാരമില്ല. അതുകൊണ്ട് അത്രയും വലിയ അക്രമം ഈ വിഷയത്തിൽ ചില ആളുകളെങ്കിലും ചെയ്യാറുണ്ട്. നേരത്തെ മയ്യത്ത് നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ. അപ്പൊ അതൊക്കെ മഹല്ല് കമ്മിറ്റികളും മയ്യത്ത് പരിപാലനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവസാനമായിട്ട് സ്വന്തം ഭർത്താവിനും അല്ലെങ്കിൽ സ്വന്തം ഉമ്മാക്കും ആരാണോ വീട്ടിൽ നിന്ന് മരിച്ചു പോകണം അവർക്ക് നാട്ടുകാർ കൂടി നിസ്കരിക്കണേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയും പവിത്രതയും പ്രാർത്ഥനയിൽ ഏറ്റവും പുണ്യകരവും ബന്ധുക്കൾ നടത്തുന്നതാണ്. അത് നിഷേധിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് 1000 ആൾ കൂടി നിസ്കരിക്കണതിലൊന്നും കാര്യമില്ല. ഇല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് ഇനി എന്ത് കിതാബ് നിർത്തിയാലും ഹദീസ് നിർത്താൻ കഴിയില്ല. ഇല്ല, അതുകൊണ്ട് അതിൽ ഈ പറയുന്ന ആളുകൾ കുറ്റക്കാരാണ്. ഇവിടെ അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന മദ്ഹബ് ഷാഫി മദ്ഹബാണ്. ഹദീസിൽ ഒരു ഹദീസ് ഒരു വരിയെങ്കിലും അല്ലെങ്കിൽ മദ്ഹബിന്റെ ഇമാമുമാരുടെ ഏതെങ്കിലും ഒരു അഭിപ്രായം, മദ്ഹബാണ് ഫോളോ ചെയ്യുന്ന ആളുകളിലെ ആ അഭിപ്രായവും പോലും ഇതിനെ സാധൂകരിക്കുന്നില്ല. എഴുത്തിക്കാഫിന്റെ മയ്യത്ത് നിസ്കാരത്തിന്റെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് വിലക്കുന്ന ഒരു ഇബാറത്തുകളും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇമാം ഷാഫി റഹ്മഹുല്ല പറയാൻ, ഷാഫി മദഹബ് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം ഷാഫി മദഹബ് ഫോളോ ചെയ്യുന്ന ആളുകളാണ് കേരളത്തിൽ അധികം മുസ്ലിങ്ങളും. അതുകൊണ്ട് ഗൗരവത്തിൽ പറയാം, വെള്ളിയാഴ്ച ജുമാ നിസ്കാരം ആരംഭിച്ചാൽ, ജുമാക്ക് ബാങ്ക് കൊടുത്താൽ ജുമാ ആരംഭിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അത് തീരുന്നത് വരെ ളുഹ്ർ നിസ്കരിക്കരുത്. അതിന് ന്യായം അദ്ദേഹം എന്താണ് പറയല്? അന്നഹു, അദ്ദേഹം പറയാണ്, ലഅല്ലഹു യഖ്ദിറു അലാ ഇതിയാനിൽ ജുമുഅത്തി ഫയകൂൻ ഇതിയാനിഹാ ഖൈറൻ ലഹു. എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് ജുമുഅക്ക് എത്താൻ പറ്റിയാലോ, അങ്ങനെ എത്തുകയാണെങ്കിൽ ജുമുഅയാണ് അവർക്ക് ഖൈർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരാണിത് പറയുന്നത്? അതുകൊണ്ട് ജുമുഅ ബാങ്ക് കൊടുത്ത ഉടനെ ളുഹ്ർ വീട്ടിൽ നിസ്കരിക്കുന്ന എന്തെങ്കിലും സാഹചര്യത്തിൽ ജുമുഅക്ക് പള്ളിയിൽ എത്താൻ പറ്റിയാൽ അതിന് ആ സമയങ്ങൾ കൊടുക്കണം. എന്നിട്ട് ഞാൻ മനസ്സിലാക്കാണ് ഖൈറൻ ലഹു, അതാണ് അവർക്ക് വീട്ടിൽ നിന്ന് ളുഹ്ർ നിസ്കരിക്കണേക്കാൾ ഉത്തമമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് പറയുന്ന ഇമാം ഷാഫിഈ റഹ്മഹുല്ല. അങ്ങനെ വീട്ടിൽ നിസ്കരിക്കുന്ന ആളുകൾ, സ്ത്രീകൾക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ നിർബന്ധമില്ല. അതാണ് പ്രശ്നം. നിർബന്ധമുണ്ട് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. പള്ളിയിലേക്ക് വരാൻ അനുവാദമുണ്ട്, ജുമുഅക്ക് വരണം. വന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട്
അതിനുള്ള സൗകര്യം, ഏത് സമയത്തും സ്ത്രീക്ക് പള്ളിയിൽ വരാനുള്ള സൗകര്യം പള്ളിയിൽ ഒരുക്കിക്കൊടുക്കൽ പള്ളി പരിപാലനത്തിന്റെ ഭാഗമാണ്, ഇമാറത്തുൽ മസ്ജിദിന്റെ ഭാഗമാണ്. ഒരു സ്ത്രീ പള്ളിയിൽ വന്ന് മുട്ടിയാൽ നിസ്കരിക്കാനുള്ള സൗകര്യമാണ്. ഇല്ല, ഇവിടെ സ്ത്രീകൾക്കൊന്നും സൗകര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഇമാറത്തുൽ മസ്ജിദിൽ കുറവുണ്ട്. ഇമാറത്തുൽ മസ്ജിദിൽ പൈപ്പ് നന്നാക്കലല്ല, അതൊരു ഭാഗം മാത്രമാണ്. നിസ്കരിക്കാൻ വരുന്ന ആളുകൾ ആരായാലും ശരി, ആണായാലും പെണ്ണായാലും അവർക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കലാണ് ഇമാറത്തുൽ മസ്ജിദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നു. അതുകൊണ്ട് ഹിജാബിന്റെ ആയത്തിന് വിശദീകരിച്ച എല്ലാ പണ്ഡിതന്മാരും തഫ്സീറുകളെല്ലാം പറയുന്നത് എന്താണ്? ഇതിന്ന് അസ്സലാത്തു ഫിൽ മസ്ജിദി ബി ഷർത്തിഹി, ഹിജാബിന്റെ ആയത്തിൽ പെടാത്ത കാര്യമാണ്. കുറെ കാര്യങ്ങൾ സ്ത്രീകൾക്ക് നിയന്ത്രണമുണ്ടായി, പക്ഷേ പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ ഇതിൽപ്പെട്ടതല്ല. പള്ളിയിൽ വന്നവർക്ക് നിസ്കരിക്കാം, അത് ഇതിന് യാതൊരു തടസ്സവും അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴയത്തേടുന്ന നിസ്കാരം, മയ്യത്ത് നമസ്കാരം, ഏതൊക്കെ നിസ്കാരങ്ങളുണ്ടോ അതിൽ ആണിനും പെണ്ണിനും യാതൊരു വിവേചനവും ഇല്ല, ഇസ്ലാമിലില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടത്തുന്ന സമ്പ്രദായങ്ങൾ, ആചാരങ്ങൾ, ഇതൊന്നും ഇസ്ലാമിൽ തെളിവേ അല്ല. മഹദികളായ ഒരുപാട് പണ്ഡിതകൾ, അല്ലാമ ഇബ്നുൽ ഹജർ അൽ അസ്കലാനി ഫതഹുൽ ബാരി എഴുതിയ ആളാണ്, ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഹജർ അൽ അസ്കലാനിക്ക് ഹദീസ് റിപ്പോർട്ട് ചെയ്യാനുള്ള ഇജാസത്ത് കൊടുത്തത് സ്ത്രീയായ ഒരു പണ്ഡിതയാണ്. അല്ലാമ ഇബ്നു സുയൂത്തി റഹ്മഹുല്ല, സുയൂത്തിയിൽ നിങ്ങൾ ജലാലൈനി എന്നൊക്കെയുള്ള തഫ്സീറുകൾ കേട്ടിട്ടുണ്ടാവും. സുയൂത്തിയുടെ ഒരു ജലാലുദ്ദീൻ സുയൂത്തിയാണ്. അദ്ദേഹത്തിനും ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ ഹിജാസത്ത് നൽകിയത് ആണായ പണ്ഡിതനല്ല. അദ്ദേഹം പറയണ, എന്നെ പഠിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഏകദേശം 20-ലധികം പണ്ഡിതകളുണ്ട്, മുഹദ്ദിസാത്തുകൾ ഉണ്ടായിരുന്നു. മഹാനായ ഇമാം ഷാഫിഈ റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ കൂടെ ദർസിൽ പഠിച്ച ആളാണ് നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന പണ്ഡിത, പള്ളിയിൽ വന്ന് പഠിച്ച ആളാണ്. അതേപോലെ നിങ്ങൾ ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ മൊറോക്കോയിലെ ജാമിയ കഹ്റുവാനിയീൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിക്ക് സ്ഥലം കൊടുത്തത് ആരാണ്? ഫാത്തിമ ബിൻ ഫഹരി. ഫാത്തിമ എന്ന് പറയുന്ന വനിതൻ സ്ഥലം കൊടുത്തല്ല, ഈ യൂണിവേഴ്സിറ്റിയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് വരാൻ. ലോകത്തെ മുസ്ലിങ്ങളുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അല്ല, ലോകത്തെ ആദ്യത്തെ സർവകലാശാല. അങ്ങനൊരു സ്ത്രീ 6-ാം നൂറ്റാണ്ട് മുതൽ 4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ലോകത്തുണ്ടാവണമെങ്കിൽ സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്ത പ്രാധാന്യം മനസ്സിലാക്കിയും പരിഗണിച്ചും അവർ വന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടാവില്ല. ധാരാളം ഒരുപാട് ആളുകൾ. നിങ്ങളാരും ഉമ്മുദ്ദർദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയായിരുന്ന ഐമൻ എന്ന് പറയും, ഉമ്മു ഐമൻ നമ്മൾ പറയാറുണ്ട്. ഐമൻ അവര് വലിയ പണ്ഡിതയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അവരെടുത്ത് റസൂലുള്ളാഹിന്റെ ഹദീസ് തേടി പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വിജ്ഞാനത്തിന്റെ ഗോപുരമാണവർ. ഇസ്ലാമിലെ ഹദീസുകളെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ 4-ൽ-1 ഭാഗം ഹദീസ് വന്നത് ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെയാണ്. സഹാബികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ അവർ ഇൽമു തേടിപ്പോയിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയിലേക്കാണ്. എങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായത്? മുസ്ലിം സ്ത്രീക്ക് തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമണ്ഡലാണ് വിദ്യാഭ്യാസം, യുദ്ധം, വ്യാപാരം. ഇതിൽ 3 സ്ത്രീകൾക്കും അനുവാദം ഇസ്ലാം നൽകിയിട്ടുണ്ട്. അവിടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ അവരുടെ ഇടപഴകുന്ന കാര്യങ്ങളിലൊക്കെ ചില നിബന്ധനകൾ, ആ നിബന്ധനകൾ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റിൽ അവരുണ്ടായിരുന്നു, വിജ്ഞാനം തേടുന്നതിൽ അവരുണ്ടായിരുന്നു, കച്ചവടത്തിൽ അവരുണ്ടായിരുന്നു, യുദ്ധത്തിലും അവരുണ്ടായിരുന്നു. മൽതഫത്ത് യമീനൻ വശിബാലൻ ഇല്ല ഉമ്മു അമ്മാറ. ഉഹദിൽ വീട് കടക്കുമ്പോ തുടക്ക് മുറിവ് പറ്റി, പല്ല് പൊട്ടി, തോളലിന് അമ്പ് കൊണ്ടു,
അങ്ങനെ കിടക്കണ സമയത്ത് ബോധം പോയി തിരിഞ്ഞു നോക്കണ സമയത്ത് മുഴുവൻ ഉഹദിന്റെ യുദ്ധക്കളത്തിൽ ഉമ്മു അമ്മാറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവര് വാളും കൊണ്ടിങ്ങനെ പോരാടിക്കൊണ്ടേയിരിക്കണം. മൽതഫത്തു യമീനൻ വശിമാലൻ ഇല്ലാ ഉമ്മു അമ്മാർ. ഇങ്ങനെ ഒരുപാട് ആളുകൾ, എല്ലാവരും എല്ലാത്തിലും ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതൊക്കെ അനുവാദമുണ്ട്. അത് തടയാൻ, അത് വിലക്കാൻ, അത് ഇല്ലാതെ ചെയ്യാൻ, അത് നിരുത്സാഹപ്പെടുത്താൻ, സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ ആ അവകാശങ്ങളെ റദ്ദ് ചെയ്യാൻ നമുക്കാർക്കും അധികാരമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ് ഇസ്ലാമിന്റെ പ്രമാണമെന്ന് പറയുന്നത്. ഒന്ന് അല്ലാഹ് റസൂലാണ്. ഇത് രണ്ടിനെയും മനസ്സിലാക്കിയാൽ. എന്നിട്ട് ഇമാം നബവി റഹ്മഹുല്ല പറയാണ്, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്നതിൽ ഈ സമുദായത്തിൽ ഇജ്മാ ഉണ്ട്. ഒരു പണ്ഡിതനും അതിനെതിരല്ല. ഇജ്മാ എന്ന് പറഞ്ഞതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം 4 പ്രമാണങ്ങളിൽ ഒന്നാണ് ഇജ്മാ. ഒരു പണ്ഡിതനും അതിനെതിരഭിപ്രായം പറഞ്ഞത് എന്റെ അറിവിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഇമാം നബവി റഹ്മത്തുള്ള. നബവി 2ാം ഷാഫിഈ എന്നാണ് പറയാ. ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ. അപ്പൊ എത്രയും അധികം തെളിവുകൾ ഉണ്ടായിട്ട് പിന്നെ ഫിത്നയെ ഭയപ്പെട്ട പള്ളിക്ക് മാത്രമല്ല പുറത്തേക്കാർക്കും പറ്റില്ല, ആണിനും പറ്റില്ല. പിന്നല്ലേ പെണ്ണു പോവാൻ. നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങളുടെ ജീവൻ അപകടമുണ്ട്, അതൊരു ഫിത്നയാണ്. ഒരാൾക്കും ഇറങ്ങണ്ട, പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ട പോലുമില്ല. നിങ്ങളുടെ വധം, നിങ്ങൾ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ കൊല്ലുന്നൊരു ഭീഷണി ഉണ്ടെങ്കിൽ പിന്നെ പള്ളിയിൽ പോകാൻ പാടില്ല. നിങ്ങൾ പറ്റില്ല, ആണ് പറ്റൂല. പിന്നെ അതുപോലെ തന്നെ ഫിത്നയെ ഭയപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള ഭയപ്പാടുള്ള കാലമാണെങ്കിൽ എവിടേക്കും പോകാൻ പറ്റും. താരതമ്യേന കുറഞ്ഞ സ്ഥലമായിരിക്കും പള്ളി. എന്നിട്ട് ആദ്യം പള്ളിയാണ് നടക്കും, ബാക്കിയുള്ളതൊക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഇസ്ലാമിന്റെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട്, ഔറത്തുകൾ മറച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ വന്നാ തടയാൻ പാടില്ല. തടയാന്ന് പറഞ്ഞത് ഇസ്ലാമിൽ ഒരു ഭർത്താവും പാടില്ല. ഭാര്യ ചോദിച്ചാൽ ലാ തംനഉ, നിങ്ങൾ തടയാൻ ഇമാ അല്ലാഹി മസാജിദ്, അള്ളാഹുവിന്റെ ദാസികളെ പള്ളിയിൽ വിലക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. വാപ്പാക്ക് അധികാരമില്ല, ഭർത്താവിന് അധികാരമില്ല, മകന് അധികാരമില്ല. അപ്പൊ അത്ര വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളിൽ ഇന്നിപ്പോ സമൂഹത്തിലൊക്കെ എന്നിട്ട് ആളുകൾ അത്ഭുതത്തോടു കൂടി ചോദിക്കാൻ, ഒരു വിവാദമാകുമ്പോഴാണ് ചോദിക്കുന്നത്, ഇങ്ങനെ അധികാരമില്ലേ, പിന്നെ എന്താണ് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്നത്, എന്ത് സ്വാതന്ത്ര്യമാണ് നൽകിയിട്ടുള്ളത് എന്ന് വേറുള്ള ആളുകൾ ചോദിക്കാൻ. അപ്പൊ അതിനൊക്കെ ഇടവരുത്തുന്ന, അവസരം വരുത്തുന്ന നിലപാടുകളൊന്നും ആളുകൾ ചോദിക്കണതിനും കുഴപ്പമില്ല. പക്ഷെ അത് ഇസ്ലാമിൽ ഉണ്ടാവുന്ന കാര്യമാണ്. ആളുകൾ ചോദിക്കേണ്ടത് കരുതിയിട്ട് നമുക്ക് നമ്മളെ നിയമം, ആദർശോ, വിശ്വാസമൊന്നും മാറ്റാൻ പറ്റില്ല. ഇവിടെ ഇസ്ലാം അനുവദിച്ചൊരു കാര്യം നമ്മൾ ഒരിക്കലും റദ്ദ് ചെയ്യരുത്. അത് ഇസ്ലാമിക ചര്യക്ക്, ഈ സമൂഹത്തിന്റെ ഇജ്മാഇന്, ഈ സമുദായം അനുവദിച്ച ഒരുപാട് ട്രഡീഷൻ ഉണ്ട്. അതിനെതിരെ ട്രഡീഷൻ ഇതല്ല, ഇസ്ലാമിന്റെ ട്രഡീഷൻ ഞാൻ പറഞ്ഞതാണ്. ബാക്കിയുള്ളതൊക്കെ ഇങ്ങോട്ട് കുറച്ച് ഭാഗത്ത് മാത്രം നമുക്ക് പരിചയമുള്ള ഒരു മതമാണ്. അത് ഇസ്ലാം ഒന്നും പഴിച്ചതല്ല. അതുകൊണ്ട് അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ അനുവദിക്കുകയും അവർക്ക് അനുവാദം നൽകുകയും ചെയ്യുക, അവരുടെ അവകാശങ്ങൾ പാലിക്കുക, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് വലിയ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെയും റസൂലിന്റെ ചര്യകളും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും യഥാവിധി മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.